ഗൈസ്, വെൽക്കം ടു കുഞ്ഞാറ്റ പൊന്നൂസ് വ്ളോഗ്സ്. അപ്പോ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഇന്ന് കൺമണിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പോണ കാര്യം. അപ്പൊ അവർക്ക് സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചപ്പോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. കുറച്ചും കൂടി അല്ല പോവാൻ. എന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ അല്ല. ചായ കുടിക്കാന്നും പറഞ്ഞു കയറിയിട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് രണ്ടും. കൂടുതലാവും. എന്റെ ബർത്ത്ഡേ കേളന്ത് അമ്മ അടുക്കളയിൽ പൊറോട്ട പണിയിലായിരുന്നു. വൈകിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പൊറോട്ട ആയിരുന്നു. ഇച്ചുമ്മ നെയ്യുടെ കിടന്ന് കളിക്കുമായിരുന്നു. പൊന്നൂസിന് കിലുക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് ചെന്നത്. പൊന്നൂസിന് അത് കൊടുക്കാനുള്ള തിരക്കിലാണ് ഓടിച്ചെന്നത്. ഇച്ചുമ്മക്കാണെങ്കിൽ ഞങ്ങളെ വലിയ പരിചയമില്ല. ആകെ 2 വട്ടം ആൾ കണ്ടിട്ടുള്ളൂ. പിന്നെ വീഡിയോ കോൾ വഴി കാണുന്നതേ ഉള്ളൂ. എന്നാലും ചിരിക്കണൊക്കെ ഉണ്ട് ആൾ. ഷിബ്ജനെ നോക്കിയാണെന്നൊന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ബർത്ത്ഡേകളില്ലായിരുന്നു. ബർത്ത്ഡേകൾ അപ്പുറത്തെ വീട്ടിൽ പോയിക്കായിരുന്നു. പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആകെ ചെമ്മിപ്പോയി. എല്ലാവരും കൂടി പെട്ടെന്ന് ഒച്ചയിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചെറുതായിട്ടൊന്ന് പേടിച്ച പോലെയൊക്കെ നിന്ന്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. കുഞ്ഞാറ്റ അതിനൊക്കെ പൊട്ടിച്ച് നോക്കണേ. അപ്പം തന്നെ പൊട്ടിച്ചൊക്കെ നോക്കി പുള്ളിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയാനുണ്ട് അവിടെ ഇരുന്ന്. കൺമണീനിലും തിരക്കാറുണ്ട് പൊന്നൂസിനത് പൊട്ടിക്കാൻ. പൊന്നൂസ് ഇപ്പോഴും ആ കിലുക്കാൻ കൈ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. കൺമണിക്ക് അങ്ങനെ ഗിഫ്റ്റൊക്കെ ഇഷ്ടമായി. ഞങ്ങൾ പോകുന്നവരെ എൻ്റെ കുഞ്ഞാറ്റ മേടിച്ചതെന്നാണ്, എൻ്റെ പൊന്നൂസ് മേടിച്ചതെന്നാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ ബർത്ത്ഡേക്ക് ചെല്ലുമെന്ന് തീരെ പ്രതീക്ഷയില്ല. അന്ന് മൺഡേയും കൂടിയായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ ക്ലാസ്സുള്ള കാരണം ചെല്ലുമെന്ന് തീരെ പ്രതീക്ഷയില്ല. എപ്പോൾ വിളിക്കുമ്പോഴും ചോദിക്കും എന്നാ വന്നേന്ന്. ഞങ്ങളിപ്പോഴും കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ എല്ലാവർക്കും വലിയ സർപ്രൈസായി. പിന്നെ പിള്ളേരൊക്കെ വന്ന് എല്ലാവരും കൂടി അപ്പയും മക്കളും എല്ലാവരും കൂടി ബലൂൺ വീർപ്പിക്കലാണ്. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് എല്ലാം ഡെക്കറേഷനൊക്കെ ആരംഭിച്ചത് തന്നെ. അപ്പൊ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ തിരിച്ച് വാടാനപ്പള്ളിക്ക് പോവാണ്. അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടായിട്ടുള്ള ബെൽ ഐക്കൺ അമർത്തരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.